നോമ്പ് ചിന്തകൾ 6-ാം ബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മംഗളവാർത്താ തിരുനാൾ ദിവസം. ഇന്നത്തെ സുവിശേഷത്തിൽ ലോകരക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പരിശുദ്ധ അമ്മ വഴി മനുഷ്യകുലം ഏറ്റുവാങ്ങുന്നത് നാം കാണുന്നു. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്ന നിമിഷത്തെക്കുറിച്ചുള്ള സദ്വാർത്ത മനുഷ്യകുലത്തിന് നൽകപ്പെടുന്നത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ലോകത്തിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളെയോ അറിയപ്പെടുന്ന വ്യക്തികളെയോ ഒന്നുമല്ല ദൈവം തൻ്റെ മഹത്തായ രക്ഷാകര പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത്. ദൈവം ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിന്തുടരുന്നില്ല. കൃപ നിറഞ്ഞ ഒരു കന്യക മറിയം, അവൾക്കാണ് ദൂതൻ്റെ അറിയിപ്പ് ലഭിക്കുന്നത്. മംഗളവാർത്ത ലഭിക്കുമ്പോൾ മറിയത്തിൻ്റെ പ്രതികരണത്തിൽ 2 പ്രധാന കാര്യങ്ങൾ നാം കാണുന്നു. ആദ്യം മറിയത്തിൻ്റെ സംശയം, ഇതെങ്ങനെ സംഭവിക്കും? ആ സംശയം ദൂരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാമത് മറിയത്തിൻ്റെ സമർപ്പണം. കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം വിശേഷിപ്പിച്ച് മറിയം പൂർണ്ണമായ വിധേയത്വം പ്രകടിപ്പിക്കുന്നു, സമർപ്പണം നടത്തുന്നു. ഈ സമർപ്പണത്തിൽ രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടു. ദൈവം സൃഷ്ടിയുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു. നമുക്കും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവഹിതം അന്വേഷിക്കാനും തിരുഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാനും ശ്രദ്ധിക്കാം. അപ്പോൾ രക്ഷയുടെ വാതിൽ നമ്മുടെ മുൻപിലും തുറക്കപ്പെടും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.